ഇതര വിഭാഗത്തിൽപ്പെടുന്ന 2 പേരെ കൂടി ഉൾപ്പെടുത്തി വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കുന്നതിൽ സർക്കാരിന് തീരുമാനമെടുക്കാമെന്ന് ഹൈക്കോടതി. 2 പേരുടെ നിയമനം എന്തിനാണ് വൈകിപ്പിക്കുന്നതെന്ന് കോടതി ചോദിച്ചു. വഖഫ് ബോർഡിന്റെ ജുഡീഷ്യൽ സിറ്റിംഗിന് വിലക്കില്ലെന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തു. മുസ്ലിം ഇതര വിഭാഗത്തിൽപ്പെടുന്ന 2 പേരെ ഉൾപ്പെടുത്താൻ തയ്യാറാണെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. 11 വഖഫ് ബോർഡിൽ 9 പേരെയാണ് നിലവിൽ നിയമിച്ചിരിക്കുന്നത്. വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കുന്നതിന് മുമ്പ് ഒഴിവ് നികത്താമെന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. 2 മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തി പുനഃസംഘടിപ്പിക്കാൻ കഴിയില്ലേ? ബോർഡ് രൂപീകരണത്തിൽ പിഴവുണ്ടായോ എന്ന് സർക്കാർ സത്യവാങ്മൂലത്തിലൂടെ അറിയിക്കണം. ബോർഡ് രൂപീകരിച്ചത് സംസ്ഥാന സർക്കാരാണ്. അതുകൊണ്ട് ബോർഡ് പുനഃസംഘടിപ്പിക്കുന്നതിലും സർക്കാരിന് തീരുമാനമെടുക്കാം. ഇടക്കാല ഉത്തരവിൽ ഹൈക്കോടതി വ്യക്തത വരുത്തി. നയപരമായ തീരുമാനങ്ങൾ എടുക്കരുത് എന്നും വലിയ മൂലധന ചെലവുള്ള തീരുമാനങ്ങൾ എടുക്കരുത് എന്നുമായിരുന്നു കോടതി പറഞ്ഞത്. ജുഡീഷ്യൽ സിറ്റിംഗ് നടത്തുന്നതിന് വിലക്കില്ല എന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഇന്ന് പറഞ്ഞു. മുസ്ലിം ഇതര വിഭാഗക്കാരെ ഉൾപ്പെടുത്താമെന്ന് അഡ്വക്കേറ്റ് ജനറൽ കോടതിയെ അറിയിച്ചു. മുസ്ലിം ഇതര വിഭാഗക്കാരെ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചത് കഴിഞ്ഞ സർക്കാരാണെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ഈ ഹർജിക്ക് മുമ്പ് തന്നെ ഇത് നിയമിച്ച സമയത്ത് ഈ 2 അമുസ്ലിം അംഗങ്ങളെ ഞങ്ങൾ നിയമിച്ചുകൊള്ളാം എന്ന് പറഞ്ഞ സർക്കാരാണ് അദ്ദേഹത്തിന്റെ സർക്കാർ. മുസ്ലിങ്ങളെ UDFനും ഈ സർക്കാരിനും എതിരാക്കുന്നതിന് വേണ്ടി തെറ്റായി നടത്തിയ വർഗീയ പ്രചാരണമാണ് പ്രതിപക്ഷ നേതാവ് നടത്തിയത്. സർക്കാരിന് തീരുമാനിക്കാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയതോടെ 2 മുസ്ലിം ഇതര വിഭാഗക്കാരെ ഉൾപ്പെടുത്തി തീരുമാനം ഉടൻ ഉണ്ടായേക്കും. മീഡിയ 1 കൊച്ചി.